ഇതാ ഇവിടെ ബക്കറ്റിനും ഭിത്തിയുടെ ഇടയിലായിട്ട് ഒരാൾ ചുരുണ്ടിരിക്കുന്നുണ്ട്. ആളൊരു നീർക്കോലിയാണ്. കണ്ടിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നീർക്കോലി തന്നെയാണ്. ഒരു വീട്ടിലെ ടോയ്ലറ്റിൽ, പുറത്തുള്ള ടോയ്ലറ്റിനകത്താണ് ഇവൻ കയറിയിരിക്കുന്നത്. രൂപേഷാണ് റെസ്ക്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നീർക്കോലി തന്നെയാണ്. നീർക്കോലിയെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ ദേഷ്യക്കാരനാണ്. നമ്മൾ ചാടിക്കടിക്കാനായിട്ട് വലിയ ശ്രമമായിരിക്കും. പെട്ടെന്നൊന്നും അങ്ങനെ ആ ശ്രമം ആൾ ഉപേക്ഷിക്കില്ല. മറ്റു പാമ്പുകളൊക്കെ ആണെങ്കിൽ എഴഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നീർക്കോലിയും അണലിയൊക്കെ പോലെ തന്നെ ചാടി ചാടി കടിക്കാനുള്ള ശ്രമം പലപ്പോഴും നടത്താറുണ്ട്. രൂപേഷ് അവിടെ പൈപ്പും ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിലും അവൻ അതിനകത്തേക്ക് കയറ്റുന്നില്ല. കാര്യം ഇവനെ അവിടെ തന്നെ വിടാൻ പറ്റിയ സാഹചര്യം ഉള്ളതുകൊണ്ടിട്ടാണ്. നീർക്കോലിക്ക് പറ്റിയ ആവാസ വ്യവസ്ഥ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നീർച്ചാലുകളും തോടുകളും മറ്റുമൊക്കെയാണ്. ഇത് ഇവിടെ നല്ലൊരു തോടുണ്ട്. അപ്പോൾ ഇവനെന്തായാലും അവിടെ തന്നെ വിടാവുന്നേ ഉള്ളൂ. കാര്യം ആ പരിസരത്തുള്ള അപ്പോൾ ആ തോട്ടിലുള്ള മീനുകൾ, അതുപോലെ പരിസരത്തുള്ള തവളകളും മറ്റ് ചെറു ജീവികളൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഇത്തരം ആവാസ വ്യവസ്ഥയിൽ ഇതേപോലത്തെ ഒരു പാമ്പ് എന്തായാലും തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് അവൻ അവിടെ തന്നെ വിട്ടിട്ടുണ്ട്.